ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മീനുകൾ സമുദ്രജലത്തിലും ശുദ്ധജലത്തിലും ജീവിക്കുന്ന നട്ടലുള്ള ശിഥിര രക്തജീവികളാണ് മീനുകൾ അഥവാ മത്സ്യങ്ങൾ. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കുറച്ച് മീനുകൾ, അതിൻ്റെ വിവരണങ്ങൾ, അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മീനുകളെ കുറിച്ച് പഠിക്കാം. അപ്പോൾ അത് എവിടെ നമുക്ക് അവൈലബിൾ ആണ്, കിട്ടും, അത് എങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ എത്തിക്കാം, ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയെ കുറിച്ച് പറയുന്നത്. മീനിനെ കുറിച്ച് ഒരു വിവരണവുമുണ്ട്, അതുപോലെ നിങ്ങൾക്ക് എവിടെ ഇത് അവൈലബിൾ ആണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. ഇതാണ് ആൽബിനോ അരോണ എന്ന് പറഞ്ഞ മത്സ്യം. കാണുമ്പോൾ തന്നെ ഒരു റിച്ച് പോഷ് ലുക്കുള്ളൊരു മത്സ്യമാണിത്. അപ്പോൾ നമുക്കിതൊക്കെ അക്വേറിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു പോഷ് ലുക്കുള്ളൊരു മീനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഏകദേശം നല്ല വില വരുന്ന മീനാണ്. ഇത്രയും മീനൊക്കെ ഏകദേശം ഒരു 14,000 എൻ്റെ അടുത്ത് നമുക്ക് ഇത് ക്യാഷ് വരുന്ന മീനാണ്. പക്ഷേ ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഏകദേശം ഒരു 1,500 അവൈലബിൾ ആണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പോഷ് ലുക്കുള്ള റിച്ച് ലുക്കുള്ളൊരു മീനാണിത്. ശരിക്കും പറഞ്ഞാൽ കേട്ടോ, നല്ല റിച്ച് ലുക്കുള്ള, നല്ല കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രൗഢിയുള്ള ഒരു മീനാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് അക്വേറിയത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു ഉത്സാഹവും സമാധാനവും സന്തോഷമൊക്കെ തോന്നും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആൽബിനോ അരോണ എന്നാണ് ഈ മീനിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 1,500 ആ റേഞ്ചാണ് വരുള്ളൂ എന്നാണ് എൻ്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ. 1,500 ആ റേഞ്ചാണ് വരുള്ളൂ. പക്ഷേ ഇത് വലുതായി കഴിയുമ്പോൾ ഒരു 14,000 ഒക്കെ ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഇതാണ് പുലിവാക എന്ന് പറഞ്ഞൊരു മത്സ്യം. ഇതൊക്കെ വലുതായി കഴിഞ്ഞാൽ 1 കിലോ 2 കിലോ ഒക്കെ വയ്ക്കുന്ന ഒരു മത്സ്യമാണ് പുലിവാക. കണ്ടോ, ഇത് നല്ല വലിപ്പത്തിലുള്ളൊരു മത്സ്യമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീട്ടിലെ കുളങ്ങളിലൊക്കെ ഇടാൻ പറ്റുന്ന മത്സ്യമാണിത്, പുലിവാക. അപ്പോൾ 3 കിലോ ഒക്കെ വയ്ക്കും. വലിയ മത്സ്യങ്ങളൊക്കെ ആണെങ്കിൽ 3 കിലോ ഒക്കെ വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ അധികം വിലയില്ല. നമുക്ക് മാർക്കറ്റിൽ ഒരു മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു വലുതാകുമ്പോൾ നമുക്കൊരു 3 കിലോ ഒക്കെ വയ്ക്കുന്ന ഒരു മത്സ്യമാണ് പുലിവാക. കണ്ടോ, നല്ലൊരു വലിപ്പമുള്ള മത്സ്യമാണ് പുലിവാക. കണ്ടോ, കൂട്ടം കൂടി നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ പുലിവാക. നമുക്ക് അടുത്ത മത്സ്യത്തിലേക്ക് പോകാം. ഇതാണ് കാർപ്പ് എന്ന് പറഞ്ഞൊരു മത്സ്യമാണ്. കണ്ടോ, കാർപ്പ് കണ്ടോ, നല്ല വലിപ്പത്തിലുള്ള മുഴുത്ത മത്സ്യമാണിത് കാർപ്പ്. കണ്ടോ, വൈറ്റ് ബ്ലാക്ക് മിക്സർ കാർപ്പും റെഡ് കാർപ്പുമാണിത്. കണ്ടോ, നല്ല വലിപ്പത്തിലും മുഴുത്തും ഉള്ള ഒരു മത്സ്യമാണ്. കണ്ടോ, കാണുമ്പോൾ ഒരു പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കോമ്പാക്ട് മത്സ്യം ഗണത്തിൽപ്പെടുത്തുന്ന ഒരു മത്സ്യമാണ് കാർപ്പ്. അപ്പോൾ ഇത് കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇതിന് 15, 25, 120 അതാണ് അതിൻ്റെ റേഞ്ച്. അപ്പോൾ ഇത് വലുതായി കഴിയുമ്പോൾ 1 കിലോയ്ക്ക് 1,400 വരും. അതാണ് അതിൻ്റെ അന്നേരമുള്ള മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇത് കൂടാണ്ട് വിവിധ തരം മീൻ കുഞ്ഞുങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ഒരു നമ്പർ കമൻറ്റ് ചെയ്യും, അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ ഡീറ്റെയിൽസൊക്കെ പറയാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണും വരെ ബൈ ബൈ.